ഹലോ, എല്ലാവർക്കും ടിപ്സ് മീഡിയയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഓറഞ്ചിൻ്റെ വിത്ത് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ചെടി നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഓറഞ്ചിൻ്റെ തൈ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്, ഓറഞ്ചിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിൽ നിന്നും അതിൻ്റെ 2 വിത്ത് നമുക്കെടുക്കാം. അതിലേതെങ്കിലും ഇതേപോലെ ഒരു ഓറഞ്ച് നമുക്ക് ഇതേപോലെ എടുത്തിട്ട് അതിനകത്തുള്ള വിത്ത്, നല്ല വിത്ത് നോക്കി, അത്യാവശ്യം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഏകദേശം ഇതുപോലെ ഇരിക്കും. നല്ല വിത്ത്, ഇതുപോലത്തെ നല്ല വിത്ത്. ബാക്കി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാനിപ്പോൾ 2 എടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് ആവശ്യമുണ്ട്. ആ തൊലി നമുക്ക് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ തൊലി നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് അതിൽ നിന്ന് അതിൻ്റെ ഒരു ഓറഞ്ചിൻ്റെ തൊലിയുടെ ആ നീരെല്ലാം കൂടെ ആ വെള്ളത്തിൽ ലയിക്കുന്ന രീതിയിൽ നമുക്കത് ഞെവിടി എടുക്കാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പ് കുറേ ട്രൈ ചെയ്തതാണ്, അപ്പോഴൊന്നും ഇത് കിളിച്ചിട്ടില്ല. ഈ രീതിയിൽ ചെയ്തപ്പോഴാണ് ഈ തൈ എനിക്ക് കിളിച്ച് റിസൾട്ട് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത്. നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. അതിൻ്റെ തൊലി നമുക്ക് എടുത്തിട്ട് ഇതാണക്ക് ഞെവിടി അത് കളയുക. എന്നിട്ട് അതിൻ്റെ നീര് മാത്രം എടുക്കുക, ആ വെള്ളവും ആ നീര് മാത്രം എടുക്കുക. ശേഷം ഞാനൊരു ചെടിച്ചട്ടിയിൽ കുറച്ച് മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ എർത്ത് മണ്ണാണ്, അതായത് ചെളി പോലെ ഇരിക്കുന്ന ആ മണ്ണാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആ മണ്ണ് എടുത്ത് വെച്ചതിന് ശേഷം ഒരു ചിരട്ടയിൽ കുറച്ച് ചാരപ്പൊടി, അതായത് അടുപ്പിൽ നിന്നെടുത്ത കുറച്ച് ചാരപ്പൊടിയും ഒരു ചിരട്ടയിൽ കുറച്ച് മണ്ണും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ശേഷം ചിരട്ടയിൽ വെച്ചിരിക്കുന്ന ആ ഒരു ചാരപ്പൊടി നമുക്ക് കുറച്ച് മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഈ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷമായിട്ട് ബാലൻസ് വന്നിരിക്കുന്ന ആ കുറച്ച് മണ്ണ് കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഓറഞ്ചിൻ്റെ തൊലി കൊണ്ടുള്ള ആ ഒരു വെള്ളമുണ്ടല്ലോ, ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒന്ന് തെളിച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് വെള്ളം തെളിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം, മണ്ണും ഇതുമായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഓറഞ്ചിൻ്റെ വിത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓറഞ്ചിൻ്റെ വിത്ത് ഇതുപോലെ ഓരോ സൈഡിലായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇത് എവിടേക്കെങ്കിലും മാറ്റി വെച്ചിരിക്കാം. അത്യാവശ്യം വലിയ വെയിലൊന്നും അടിക്കാത്ത രീതിയിൽ ഒന്ന് മാറ്റി വെച്ചിരിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഏകദേശം 1-2 ആഴ്ചയിൽ കൂടുതലെടുക്കും ഇതിൻ്റെ റിസൾട്ട് എന്താകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്കിത് മാറ്റി വെച്ചിരിക്കാം. അപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ തൈ ഇവിടെ കിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ വേറെ എന്തൊക്കെയോ ചെടികൾ കിളിച്ച് നിൽപ്പുണ്ട്, ചെടിയോ പോച്ചയോ എന്തൊക്കെയോ കിളിച്ച് നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓറഞ്ചിൻ്റെ തൈ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏകദേശം 2-3 തൈ ഇവിടെ കിളിച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതൊരു ഓറഞ്ചിൻ്റെ തൈയാണ്. ഇതും അതുപോലെ ഒരു തൈയാണ്. ഇനി ഒരെണ്ണം ഇതുപോലെ കിളിക്കാനുണ്ട്. കണ്ടോ, നമ്മളിട്ട ആ ഓറഞ്ചിൻ്റെ ആ ഒരു വിത്താണ്. അത് ഏകദേശം കുറച്ച് നാളുകൾ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം കിളിക്കും. അത് നമ്മൾ മണ്ണിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതും കിളിച്ച് വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അതുവരെ എല്ലാവർക്കും ബൈ ബൈ.